നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേവി, എന്തിനാ ഇങ്ങനെ യഥാസമയങ്ങളിൽ ഭക്ഷണം കൊണ്ട് തന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ പോകുന്നത്? ജയിലിലാണെങ്കിൽ പോലും പോലീസുകാർ ഭക്ഷണം ധരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മിണ്ടും. ഇത് എന്തിനാ ദേവി എന്നെ ഇങ്ങനെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ട് ആരുമില്ലാതെ ചെമ്പകമംഗലത്ത് ജീവിക്കാൻ ഒരു റൈറ്റും ഇല്ലാതെ നിന്നപ്പോ എന്നെ രക്ഷിച്ച ഒരു അമ്മയെ ഓർത്ത് ആത്മഹത്യയിലേക്ക് പോകേണ്ട എനിക്ക് ഒരു കൈ തന്ന് എന്നെ താങ്ങി നിർത്തിയ ആ അമ്മയായിരുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള എന്റെ ലോകം. 3 മക്കളുണ്ടായിട്ടും തെറ്റ് ചെയ്ത മകനെ തള്ളിക്കളഞ്ഞ് എന്നെ സ്വന്തം മകളായി ദത്തെടുത്ത ആ അമ്മയോട് എനിക്ക് പെറ്റമ്മയേക്കാൾ കൂടുതൽ കടപ്പാടും സ്നേഹവും ഉണ്ട്. ആ അമ്മയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കൂ. അതിലിനി മാറ്റമില്ല. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ഈ ജീവിതത്തിൽ ചെയ്യില്ല. അമ്മയെ ധിക്കരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടുകൂടെ? പുതിയതായിട്ട് എന്ത് കേൾക്കാനാ ജയേട്ടാ? ചെയ്ത തെറ്റുകൾ തിരുത്താനും മാപ്പ് പറയാൻ ഒരു അവസരം എനിക്ക് തന്നൂടെ ദേവി? കഴിഞ്ഞതൊക്കെ തിരുത്താനും മാനസാന്തരപ്പെട്ട് ജീവിക്കാനും നമ്മള് പുണ്യജന്മങ്ങളല്ലല്ലോ ജയേട്ടാ, പച്ച മനുഷ്യരല്ലേ. മീനാക്ഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോ അതൊന്നും തിരുത്തപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളാ. അതിനുള്ള ഉത്തരവാ എന്റെ മകൾ മീനാക്ഷി. എന്റെ സങ്കടങ്ങളൊന്നും ഷെയർ ചെയ്യാൻ? അത്തരം സങ്കടങ്ങളൊക്കെ മനുഷ്യരുടെ കൂടെപ്പിറപ്പ ജയേട്ടാ. അവരവരുടെ സങ്കടങ്ങള് അവരവര് തന്നെ സഹിക്കുക, അതേ വഴിയുള്ളൂ. ഒരു ചെറു പുഞ്ചിരിയിൽ തീരാവുന്ന പരിഭവമാണ് പലതും. പക്ഷെ ആരും ചിരിക്കാറില്ല. കാരണം ചിരിയേക്കാൾ വലുതാണ് ദുരഭിമാനം. തെറ്റ്. ഇതില് ദുരഭിമാനമൊന്നുമില്ല ജയേട്ടാ. ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവാ. അനുഭവങ്ങളല്ലേ എല്ലാവരുടെയും ഗുരു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.